നമസ്കാരം. ഹൈജനിക്സ് ലൈഫിൻ്റെ നേച്ചർ ക്യാമ്പ് പൊതുവെ ഏത് ഏജ് കാറ്റഗറിയിലുള്ള ആളുകൾക്കാണ് കൂടുതൽ പ്രയോജനകരം എന്നുള്ള രീതിയിൽ ആൾക്കാർ ചോദിക്കാറുണ്ട്. ഇത് കുട്ടികൾക്ക് പറ്റുന്ന ക്യാമ്പാണോ, പിന്നെ യൂത്തിന് പറ്റുന്ന, അതായത് യുവാക്കൾക്ക് പറ്റുന്ന ഒരു പ്രോഗ്രാമാണോ, അല്ലെങ്കിൽ ഒരു മധ്യവയസ്സിലെത്തി നിൽക്കുന്ന മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക്, അതായത് 40-50 എന്നൊക്കെ പറയാവുന്ന, അല്ലെങ്കിൽ 35-50 എന്നൊക്കെ പറയാവുന്ന കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണോ, അല്ല 50+, 55+ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ചിലപ്പോൾ സീനിയർ സിറ്റിസൺസ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണോ എന്നൊക്കെയുള്ള ചോദ്യം വരാറുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു മറുപടിയാണ്, ഇത് ഏത് ഏജ് കാറ്റഗറിയിലുള്ള ആളുകൾക്കും പറ്റുന്ന ഒരു പ്രോഗ്രാമാണ്. കാരണം ബേസിക്കലി നമ്മുടെ ആരോഗ്യം, മാനസികവും ശാരീരികവുമായ ആരോഗ്യം ഉറപ്പുവരുത്തിക്കൊണ്ട് എങ്ങനെയാണ് നമുക്കൊരു ക്വാളിറ്റി ലൈഫ്, ഒരു സന്തോഷമുള്ള ജീവിതം സാധ്യമാക്കിയെടുക്കാൻ സാധിക്കുക, ഒരു സുസ്ഥിരമായ ജീവിതം, സ്റ്റേബിളായിട്ടുള്ള സസ്റ്റൈനബിളായിട്ടുള്ള ഒരു ജീവിതം, സന്തോഷകരവും സമാധാനകരവുമായിട്ടുള്ളൊരു ജീവിതം, അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, പ്രധാനമായിട്ടും നമ്മുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം, നമ്മുടെ ചുറ്റുപാടുമായിട്ട് നമ്മൾ ഇണങ്ങിച്ചേരേണ്ട രീതികൾ, ഹാർമണി ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ, അതേപോലെ തന്നെ ലൈഫിൽ നമ്മൾ നേടിയെടുക്കേണ്ട സ്കില്ലുകൾ, പിന്നെ നമ്മുടെ സ്ട്രെസ്സ് മാനേജ് ചെയ്യാനുള്ള കഴിവുകൾ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, നമുക്ക് നമ്മുടെ ഗോൾസൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മുടേതായിട്ടുള്ള ഒരു ക്യാപ്പബിലിറ്റി നേടിയെടുക്കുക, അതായത് ഹോപ്പ് ഉണ്ടാക്കിയെടുക്കുക, ലൈഫിലെപ്പോഴും പ്രതീക്ഷയോടെ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വളരെ ആക്റ്റീവായിട്ട് മുന്നോട്ട് പോകാൻ ഒക്കെയുള്ള കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചിട്ടൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഹൈജനിക്സ് ലൈഫിൻ്റെ ഈ പ്രോഗ്രാം. അതുകൊണ്ട് തന്നെ ഏത് ഏജ് കാറ്റഗറിയിലുള്ളവർക്കും വേണ്ട സാധനങ്ങളാണിത്, ഒരു സംശയമില്ല. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന, എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ടുള്ളത് തന്നെ. അതുകൊണ്ട് ഏത് ഏജ് കാറ്റഗറിയിലുള്ളവർക്കും വരാം. ഫാമിലി ആയിട്ട് വരുമ്പോൾ കുട്ടികളുണ്ടാവാറുണ്ട്, ഒരു 30-40 അല്ലെ 45 അല്ലെ 50 വയസ്സിനിടയിലുള്ള ആളുകൾ, മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവാറുണ്ട്. കുട്ടികളെന്ന് പറയുമ്പോൾ വളരെ ചെറിയ കുട്ടികൾ ഉണ്ടാവാറുണ്ട്, യുവാക്കൾ ഉണ്ടാവാറുണ്ട്. അതേപോലെ തന്നെ വളരെ ഏജ്ഡ് ആയിട്ടുള്ള ആളുകളും ഉണ്ടാകാറുണ്ട്, അവരുടെ അച്ഛനമ്മമാരോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് വരുന്ന സീനിയർ സിറ്റിസൺസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഞാൻ എന്നാലും വളരെ സ്പെസിഫിക് ആയിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പ്രധാനമായിട്ടും നിങ്ങളുടെയൊക്കെ വീടുകളിൽ നിങ്ങളുടെ അച്ഛനമ്മമാർ അവരുടെ റിട്ടയർഡ് ലൈഫ് ആസ്വദിക്കുന്ന, അല്ലെങ്കിൽ വിശ്രമജീവിതം എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന, വിശ്രമജീവിതം എന്ന് പറഞ്ഞൊരു സംഭവം അല്ല ആക്ച്വലി, വളരെ ലൈവായിട്ട് ആക്റ്റീവായിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്തിരുന്ന ഒരു ലൈഫിൽ നിന്ന് മാറിയിട്ട് പിന്നീട് അവരുടെ ഒരു ജീവിതത്തിന് വേണ്ട ഒരു സന്തോഷം കണ്ടെത്താനൊക്കെ ആവശ്യമായിട്ടുള്ള രീതി, റിട്ടയർഡ് ലൈഫ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ടാവുമായിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ അച്ഛനമ്മമാർ അത്തരം കാറ്റഗറിയിലുള്ള ആളുകളായിരിക്കാം. ഓക്കെ, അപ്പോൾ അവർക്ക് വളരെ സ്പെസിഫിക് ആയിട്ട്, അവർക്ക് വളരെ പ്രധാനമായിട്ടും കൊടുക്കാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റാണ് ഈ ഹൈജനിക്സ് ലൈഫിൻ്റെ നേച്ചർ ക്യാമ്പ് എന്ന് പറയുന്നത്. ഞാനിത് ഈ വീഡിയോയിൽ പറയാൻ കാരണം, പൊതുവേ 55+ ആൾക്കാർ, അല്ലെ 60+ ആൾക്കാർ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നതൊക്കെ കുറവായിരിക്കും. പിന്നെ അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രോഗ്രാമിനെ കുറിച്ചിട്ട് അവർ കാണാനുള്ള സാധ്യതയും തുലവും കുറവാണ്. കാരണം കൂടുതലും നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു 50 വയസ്സ് വരെയുള്ള ആളുകളാണ് നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ഈ ഡീറ്റെയിൽസ് കാണുന്നത്. ഓക്കെ, സോഷ്യൽ മീഡിയയിലൂടെ അറിയിപ്പിലൂടെയൊക്കെ ആയിട്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, നിങ്ങളുടെ അച്ഛനമ്മമാർ ഒരു 55+ അല്ലെ 60+ ആൾക്കാർ, അവർക്ക് ഇനി നിങ്ങൾ കൊടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഒരു ദുരിതങ്ങളില്ലാത്ത ഒരു ജീവിതം, രോഗദുരിതങ്ങളില്ലാതെ വളരെ സന്തോഷകരമായി ജീവിക്കാനുള്ള സാധ്യതകൾ എന്ന് പറയുന്നൊരു കാര്യം. ഓക്കെ, പ്രധാനമായിട്ടും ഡയബറ്റിക് ആയിരിക്കാം, അവർ ചിലപ്പോൾ ഹൈപ്പർ ടെൻഷൻ ഉണ്ടായിരിക്കാം, കൊളസ്ട്രോൾ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ഓവർ വെയ്റ്റ്, അമിത ശരീരഭാരമോ അമിതവണ്ണമോ ഒക്കെ ഉണ്ടായിരിക്കാം, മറ്റേതെങ്കിലും തരത്തിലുള്ള കോംപ്ലിക്കേഷൻസിലേക്ക്, സങ്കീർണതകളിലേക്ക് പോകാൻ സാധ്യതയുള്ള അവസ്ഥയിൽ, കിഡ്നി രോഗങ്ങളോ കരൾ രോഗങ്ങളോ ഒക്കെ, അല്ലെങ്കിൽ ഹൃദ്രോഗങ്ങളോ സ്ട്രോക്കോ വരാൻ സാധ്യതയുള്ള ഒരു രീതിയിൽ. കാരണം പ്രായമാകും തോറും നമ്മൾ അത്രയും കാലം ജീവിച്ച രീതികളുടെ പ്രത്യേകതകൾ കൊണ്ടും മറ്റ് പല പ്രശ്നങ്ങൾ കൊണ്ടും സ്ട്രെസ് കൊണ്ടൊക്കെ ആയിട്ട് ഇത്തരം രോഗങ്ങളുടെ സാധ്യത വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ ഓൾറെഡി പ്രമേഹമുള്ള ആളുകൾക്ക് അതിൻ്റെ സങ്കീർണതകളിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസുള്ളവർക്ക് അതിൻ്റെ സങ്കീർണതയിലേക്ക് പോകാനും ജീവിതം ദുരിതപൂർണ്ണമാകാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അവർക്ക് മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തോടു കൂടി സന്തോഷകരമായി ജീവിക്കാൻ
നമുക്ക് ബേസിക് ആയിട്ട് അവർക്ക് വേണ്ട ഒരു കാര്യം അവരുടെ ജീവിത രീതിയും ഭക്ഷണ രീതിയും ഒക്കെ ഒന്ന് ചിട്ടപ്പെടുത്തുക. അവർക്ക് ചെയ്യാൻ കഴിയുന്ന ലഘുവായിട്ടുള്ള വ്യായാമങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ചെയ്യാവുന്നതും അതുപോലെ തന്നെ വീടിൻ്റെ പുറത്തു നിന്നൊക്കെ ചെയ്യാവുന്ന വളരെ ലളിതമായിട്ടുള്ള വ്യായാമ മുറകളും അതുപോലെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റിയൊക്കെ പഠിക്കുക. മാനസികാരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുക. ജീവിതത്തെക്കുറിച്ച് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാടിൽ അശാസ്ത്രീയമായ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എത്രയോ അനാരോഗ്യകരമായ കാര്യങ്ങളെയെല്ലാം തിരുത്തിക്കൊണ്ട് തീർത്തും ശാസ്ത്രീയമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൽ ആരോഗ്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു കാര്യമാണ് അവർക്ക് ഏറ്റവും ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബേസിക്കായിട്ട് ആവശ്യം. കാരണം ആരോഗ്യമില്ല എങ്കിൽ വേറൊരു കാര്യവും സാധ്യമാവില്ല. അപ്പോൾ ആരോഗ്യം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ അവരുടെ ജീവിതം ആശുപത്രികളിലും ഡോക്ടർമാരിലും മരുന്നുകളിലും ആശ്രിതമായിരിക്കും. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്കറിയാം, ആരോഗ്യം നശിച്ചു പോയാൽ പിന്നെ ചികിത്സ പോലും വിജയിക്കുകയില്ല. അപ്പോൾ ബേസിക്കായിട്ടൊരു ആരോഗ്യമില്ല എങ്കിൽ നമ്മുടെ ഈ ഏതെങ്കിലും തരത്തിലുള്ള രോഗചികിത്സ പോലും സാധ്യമാകാത്ത രീതിയിൽ നമ്മുടെ ശരീരം ക്ഷയിച്ചു പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ചിലപ്പോൾ 25-30 വയസ്സുള്ള ആൾക്കാരായിക്കോട്ടെ, അല്ലെങ്കിൽ 35 to 40 അല്ലെങ്കിൽ 30 to 40 കാറ്റഗറിയിലുള്ള ആൾക്കാരായിക്കോട്ടെ, നിങ്ങൾക്കും ക്യാമ്പിൽ വരാം ഈ രോഗങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും പുതിയൊരു ജീവിതം പഠിക്കാനും. പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ തൊഴിൽ സാഹചര്യങ്ങൾ കൊണ്ടോ വീട്ടിൽ സാഹചര്യങ്ങൾ കൊണ്ടോ ഒക്കെ ആയിട്ട് ചിലപ്പോൾ ഇത്രയും ദിവസം മാറി നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു കാര്യം, നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും ഒരുമിച്ച്, നമുക്ക് ഫാമിലി റൂം അവൈലബിൾ ആണ് നമ്മുടെ ക്യാമ്പ് സെൻറ്ററിൽ, അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ പ്രോഗ്രാം വേണമെങ്കിൽ ഒന്ന് അവർക്ക് സമ്മാനമായിട്ട് കൊടുക്കാവുന്നതാണ്. അവരുടെ രജിസ്റ്റർ ചെയ്യിപ്പിച്ചിട്ട് അവരെ ഒന്ന് പങ്കെടുപ്പിക്കാനുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അത് നമ്മൾ ഉറപ്പ് തരുന്നൊരു കാര്യം, ക്യാമ്പിൽ പങ്കെടുത്താൽ ഒരാൾ പോലും ക്യാമ്പിൽ വെറുതെയാണ് പോയത്, വെറുതെ സമയനഷ്ടമായി എന്ന് പറയില്ല. അത് 100% നമ്മൾ ഗ്യാരണ്ടി തരുന്നു. ഇനി ഏതെങ്കിലും തരത്തിൽ അങ്ങനെയൊരു അഭിപ്രായം ആൾക്ക് ഉണ്ടായാൽ നമ്മൾ പൈസ തിരിച്ചു കൊടുക്കുമെന്നുള്ളതാണ് നമ്മൾ നൽകുന്ന ഗ്യാരണ്ടി. കാരണം അങ്ങനെ ഒരു ഗ്യാരണ്ടി പറയാൻ കാരണം അതൊരു പരസ്യവാക്കായിട്ട് ഉപയോഗിക്കുന്നതല്ല. നമ്മുടെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ ആളുകൾ വന്നിട്ട് വളരെ നിറഞ്ഞ മനസ്സോടുകൂടിയാണ് അവർ അവസാന ദിവസം നമുക്ക് ഫീഡ്ബാക്ക് തന്ന് നമ്മളോട് അത്രയും സ്നേഹത്തോടു കൂടി ഇങ്ങനെയൊരു എക്സ്പീരിയൻസ് അവർക്ക് കൊടുത്തതിന്, ഇത്രയും ക്ലാസ്സുകൾ, ഇത്രയും വർത്തായിട്ടുള്ള അവരുടെ ജീവിതത്തിൽ അത്രയും ഉപകാരപ്പെടുന്ന ക്ലാസ്സുകൾ കിട്ടിയതിന്, അത് മനസ്സിലാക്കി കൊടുത്തതിനൊക്കെ നമ്മളോട് അത്രയും നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടാണ് അവർ പോകാറ്. ഓക്കെ, ഇത്രയും കാലം ജീവിതത്തിൽ ഇത് അറിയാൻ പറ്റിയില്ല, എന്തുകൊണ്ടോ പല കാര്യങ്ങൾ കൊണ്ട് അറിയാൻ പറ്റിയില്ല. പക്ഷേ ഈ ഒരു 3-4 ദിവസങ്ങൾ കൊണ്ട് ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ അത്രയും പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിഞ്ഞു എന്നുള്ള കാര്യം. ഓക്കെ, അതിനനുസരിച്ചിട്ടൊരു ജീവിത രീതി പ്രാക്ടീസ് ചെയ്യാനൊക്കെ പറ്റി എന്നുള്ള കാര്യം അവർ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് ഗ്യാരണ്ടിയാണ്, സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരു മണി ബാക്ക് ഗ്യാരണ്ടി എന്നുള്ളൊരു ഓഫർ കൂടി തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു കാര്യം, നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും, ഇപ്പോൾ നിങ്ങൾ 30 വയസ്സ് 35 വയസ്സോ 40 വയസ്സൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ അച്ഛനമ്മമാർ പൊതുവേ ഒരു 60+ ഉള്ള ആൾക്കാരായിരിക്കും അല്ലേ. ഇനി നിങ്ങളൊരു 30 വയസ്സൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ അച്ഛനമ്മമാർ ഒരു 55+ ഉള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ നിങ്ങൾ പിന്നെ ഓൾറെഡി ജോലിയിലും മറ്റൊക്കെ ആയിട്ട് തിരക്കിലാണെങ്കിൽ, നിങ്ങൾക്ക് ലീവ് കിട്ടാൻ പ്രയാസമാണെങ്കിൽ, നിങ്ങളുടെ അച്ഛനമ്മമാർ ഒരു റിട്ടയേർഡ് ലൈഫിലാണെങ്കിൽ അവരെ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിലേക്ക് പങ്കെടുപ്പിക്കാം എന്നുള്ള കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഓക്കെ, അവർക്ക് ഫാമിലി റൂം അവൈലബിൾ ആണ്. അവിടുത്തെ ബാക്കി എല്ലാ സൗകര്യങ്ങളും നമ്മൾ കൊടുക്കും. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങനെയൊരു കാര്യം ചെയ്യുക എന്നുള്ളൊരു കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. കാരണം ഇത് ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ധാരണയില്ല. എന്താണ് ഈ പ്രോഗ്രാം, ഇതിൽ പങ്കെടുത്താൽ എന്താണ് കിട്ടുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ അച്ഛനും അമ്മയും ഞാൻ അയക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആവുമോ എന്നൊക്കെ നിങ്ങൾക്ക് സംശയം, അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ട് അറിയാത്തത് കൊണ്ട് പലപ്പോഴും നിങ്ങൾ ചിലപ്പോൾ ജോലിയുടെ തിരക്കിലാണെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന 30-നും 40-നും ഇടയിലോ അല്ലെങ്കിൽ അതിനേക്കാൾ വയസ്സ് കുറച്ചിട്ടുള്ള ആൾക്കാരോ ഒക്കെ, അല്ലെങ്കിൽ പിന്നെ റിട്ടയേർഡ് ലൈഫിലേക്ക് പോയിട്ടില്ലാത്ത ആൾക്കാർ ചിലപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ടാവില്ല ഇങ്ങനെ ഒരു കാര്യം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ വഴി ഇത് കൃത്യമായിട്ട് വിശദീകരിക്കാമെന്ന് വിചാരിച്ചത്. അവിടെ ക്യാമ്പിൽ നടക്കുന്ന ചെറിയ ട്രക്കിംഗ് ആയാലും പ്രായമുള്ള ആളുകൾക്കും വളരെ പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ചെയ്യാവുന്ന ചെറിയ ട്രക്കിംഗ് ആണ്. അത് ഭയങ്കര ദുർഘടമായിട്ടുള്ള ട്രക്കിംഗ് അല്ല. ഓക്കെ, അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഞാൻ 75+ ഉള്ള ആൾക്കാർ വരെ നമ്മുടെ ക്യാമ്പിൽ ട്രക്ക് ചെയ്യുന്നതാണ്. അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അതേപോലെ തന്നെ പുഴയിൽ പോയിട്ട് കുളിക്കുന്നത്, വളരെ സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് പോയിട്ടാണ് നമ്മൾ പുഴയിൽ പോയിട്ട് കുളിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ടേക്ക് കെയർ ചെയ്യും. പിന്നെ ബാക്കി ക്ലാസ്സുകളും നമ്മുടെ ക്യാമ്പിലുള്ള ഇൻഡോർ ആക്ടിവിറ്റീസും എല്ലാം അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന, അവരുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന, അവർക്ക് ഡയബറ്റിക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയബറ്റിക് ആണെങ്കിൽ ഡയബറ്റിക്സ് മാനേജ് ചെയ്യാൻ, കൺട്രോൾ ചെയ്യാൻ അവർക്ക് തന്നെ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈലും ഡയറ്റും, അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങളുണ്ടെങ്കിൽ, ഇനി ഭാവിയിൽ വരാൻ സാധ്യതയുള്ള രോഗങ്ങൾ, ഈവൻ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ പോലും, നമ്മൾ ഏജിങ്
പ്രോസസ്സിനനുസരിച്ചിട്ട് വരാൻ സാധ്യതകൾ കൂടുതലുള്ള രോഗമാണ് ക്യാൻസർ. ഓക്കെ, 60+ ഒക്കെ ആയിക്കഴിഞ്ഞാൽ ക്യാൻസറിൻ്റെ റിസ്ക്കും കൂടുതലാണ്. അപ്പം അത്തരം രോഗങ്ങളുടെ പ്രിവെൻഷൻ, അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായി പഠിപ്പിച്ചു കൊടുത്ത് വളരെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു ജീവിത രീതിയും ഭക്ഷണരീതിയും ചിട്ടപ്പെടുത്തി കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും വളരെ ആരോഗ്യകരവും സന്തോഷകരവുമായ വളരെ സമാധാനപരവുമായിട്ടുള്ള ഒരു ജീവിതം കൊടുക്കാൻ നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു പ്രോഗ്രാമാണ് ഹൈജനിക്സ് ലൈഫിൻ്റെ ഈ നേച്ചർ ക്യാമ്പ് എന്ന് ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട്, ഏത് ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാരെയും സ്വാഗതം ചെയ്തുകൊണ്ട്, എന്നാൽ നിങ്ങൾക്ക് വരാൻ പറ്റില്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും ഒന്ന് പങ്കെടുപ്പിക്കാനുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവണമെന്ന്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റെപ്പ് നിങ്ങൾ എടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.